കുവൈറ്റിലെ മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ കേരള പ്രസ് ക്ലബ് മാധ്യമ സെമിനാർ സംഘടിപ്പിച്ചു. സാൽമിയ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് മനോരമ ന്യൂസ് ഡയറക്ടർ ജോണി ലൂക്കോസ് ഉദ്ഘാടനം ചെയ്തു. 3-4 തലമുറകൾക്കിടയിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ 10-20 വർഷത്തിനുള്ളിൽ തന്നെ മാധ്യമരംഗത്ത് സംഭവിക്കുകയാണെന്നും മാധ്യമ മേഖലയിൽ ഇപ്പോൾ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ജോണി ലൂക്കോസ് അഭിപ്രായപ്പെട്ടു. ഞാൻ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് ഈ മാധ്യമ പ്രവർത്തനത്തിലൂടെ കടന്നു വന്ന ഒരാളാണ്. അന്ന് ഞാൻ തുടങ്ങിയ കാലവും ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ കാലവും തമ്മിലുള്ള അന്തരം ഒരുപക്ഷെ ഒരു തലമുറയുടെയോ 2 തലമുറയുടെയോ അല്ല, അതിനേക്കാളൊക്കെ വലുതാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. നേരത്തെ ഏത് രംഗത്തും എന്നതുപോലെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന ഒരു ആത്യന്തിക അടിസ്ഥാന പ്രമാണമായിരുന്നു ഈ മാധ്യമരംഗത്തും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ സർവൈവൽ ഓഫ് ദ ഷെയിംലെസ് എന്നതാണ് നമുക്ക് പറയാൻ കഴിയുക. വാർത്തകൾ സ്വീകരിക്കുന്നത് ഓരോ പ്രേക്ഷകരുടെയും തിരഞ്ഞെടുപ്പാണ്. ഇതിൽ തിരഞ്ഞെടുത്ത വഴികളെക്കുറിച്ച് പിന്നീട് കുറ്റം ചുമത്തുന്നതിൽ യുക്തിയില്ലെന്ന് മാതൃഭൂമി ന്യൂസ് സീനിയർ വാർത്താവതാരക മാധു സജി അഭിപ്രായപ്പെട്ടു. എത്ര വാർത്തകൾ കണ്ടാൽ കേട്ടാൽ അതിൻ്റെ യഥാർത്ഥ വാർത്തയിലേക്ക് എത്താൻ കഴിയും. നമുക്ക് ആകെ ആശ്രയിക്കാൻ കഴിയുന്നത് നേരത്തെ പറഞ്ഞ നമ്മളെ ചുമന്നുകൊണ്ട് നടക്കുന്ന തലച്ചോറാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കേൾക്കുമ്പോൾ ഇത് സത്യമല്ല എന്ന് തിരിച്ചറിഞ്ഞാലും അത് നമ്മളെ സ്വാധീനിക്കുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ പ്രതിനിധാനം ചെയ്യാൻ വിചാരിക്കുന്ന പ്രത്യയശാസ്ത്രം, നമ്മുടെ രാഷ്ട്രീയം അതിനുതകുന്നതാണ് എന്ന് ധരിച്ച് അതിനെ വിഴുങ്ങാൻ നമ്മൾ ശ്രമിച്ചാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇന്ന് ഓരോരുത്തരും വിശ്വസിക്കാൻ ഇഷ്ടമുള്ളത് മാത്രം വിശ്വസിക്കുകയും അതനുസരിച്ച് സ്വന്തം എക്കോ ചേംബറുകൾ വാർത്തകൾ കസ്റ്റമൈസ് ചെയ്യുകയും ചെയ്യുന്ന കാലമാണെന്നും മാധു സജി പറഞ്ഞു. സമ്മേളനത്തിൽ കേരള പ്രസ് ക്ലബ് കുവൈത്ത് ജനറൽ സെക്രട്ടറി സലീം കോട്ടയിൽ സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് സുജിത് സുരേശൻ അധ്യക്ഷത വഹിച്ചു. അതിഥികൾക്കുള്ള സേവോപഹാരം വേദിയിൽ കൈമാറി. സ്പോൺസർമാർക്ക് മെമന്റോ നൽകി ആദരിച്ചു. ജനറൽ കൺവീനർ സത്താർ കുന്നേൽ നന്ദി പറഞ്ഞു. കുവൈറ്റിലെ വിവിധ സംഘടനാ നേതാക്കളും സാംസ്കാരിക പ്രവർത്തകരും ബിസിനസ് പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. കമ്മ്യൂണിറ്റി സ്കൂൾ വിദ്യാർത്ഥിനി സ്ലാനിയ പെൻഡോ സോളോ വയലിൻ പ്രകടനവും ടീം അഗ്നിയുടെ നൃത്തവും സമ്മേളനത്തിന് മിഴിവേകി. പ്രശസ്ത ഗസൽ ഗായകൻ ഷെബി സമുന്ദറും സംഘവും അവതരിപ്പിച്ച സംഗീത സായാഹ്നം പരിപാടിയുടെ ആകർഷകമായി. ഐ വി സുനേഷ് വെങ്ങര, കേരള വിഷൻ ന്യൂസ്, കുവൈറ്റ്.